നീ എന്റെ നാട്ടിലെ സ്റ്റേഷനിൽ ചാർജ് എടുത്തുന്ന് നെൽസൺ വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ എന്നെ കാണാനായിട്ട് എന്റെ വീട്ടിലേക്ക് വരുമെന്ന് ഞാൻ ഓർത്തില്ല. നാട്ടിലെ അറിയപ്പെടുന്ന ഗുണ്ടകളെ വീട്ടിൽ പോയി കാണുന്ന ശീലം എനിക്കില്ല. പിന്നെ വന്ന് ചാർജ് എടുത്തു കഴിഞ്ഞ സ്ഥിരം നോട്ടപ്പുള്ളികളായവരെ തൂക്കിയെടുത്ത് അകത്തിട്ട് 4 പൊട്ടിക്കുന്ന പരിപാടി കാലാകാലമായി നടത്തി പോരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് അങ്ങ് കരുതിയാ മതി. അപ്പൊ ഒന്നിച്ചൊരേ കോളേജിൽ പഠിച്ച സ്നേഹം പുതുക്കാൻ വന്നതല്ല. ഗുണ്ടാ ലിസ്റ്റിൽ ശിവൻ എന്ന പേര് കണ്ടപ്പോ ആദ്യം നീ ആയിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ മാണിക്കോത്തുന്ന ഹൗസ് നെയിം കണ്ടപ്പോ ഉറപ്പിച്ചു. ഒന്ന് കോളേജിൽ എന്റെ സ്വസ്ഥത കെടുത്തിയവൻ എനിക്ക് ഇവിടെയും പണിയാവൂന്ന്. അന്ന് കോളേജിലെ ആർട്ട് ഫെസ്റ്റിവലിന് ജൂനിയർ പിള്ളേരുടെ അടികൊണ്ട് സീനിയർ പിള്ളേര് തുപ്പിയ ചോര ഇന്നും ഓർമ്മയിലുണ്ട് എന്റെ കൺമുന്നില്. മറന്നിട്ടില്ലടാ ഞാനൊന്നും. അന്നത്തെ അടിയില് നീ എന്റെ തൊടയില് കത്തിക്കൊണ്ടൊരു കുത്തുകുത്തി. അതിന്റെ പാട് ഞാനൊരു നിധി പോലെ കൊണ്ട് നടക്കുക, ഒരവസരം ഒത്തുകിട്ടാൻ. കേട്ടോ, അതുപോലെ നിനക്കൊന്ന് തിരിച്ചു തരാൻ. കഷ്ടം. കാക്കിയിട്ടിട്ടും ഇങ്ങനെ പരിഭവം പറഞ്ഞോണ്ട് നടക്കാൻ നിനക്ക് നാണമില്ലല്ലോ. ഞാനാണെങ്കി കുത്തിയതിന്റെ അന്ന് തന്നെ പുതിയൊരു കത്തിയും വാങ്ങി കുത്തിയവന്റെ പള്ളയ്ക്ക് അന്ന് തന്നെ